നമസ്കാരം. ഈ അധ്യായത്തിലൂടെ ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും മനസ്സിൽ അലട്ടുന്നതായ ഒരു സങ്കടത്തെക്കുറിച്ചും വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ദേവീ ചിത്രം അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. തന്നിരിക്കുന്നത് ഈ 2 ചിത്രങ്ങളാണ്. ഇതിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഈ ദേവതകളെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ 2ൽ ഒരു ചിത്രം തൊടൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം ക്രീം കാളി എന്നോ ഹരേ കൃഷ്ണ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ ദേവീ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളിലേക്ക് ഇത്തരം ചില കാര്യങ്ങൾ കടന്നു വരുന്നതിന് സമയമായിരിക്കുന്നു. മനസ്സിൽ വിചാരിച്ച ചില ദുഃഖങ്ങൾ അകലുന്നതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുന്നു. നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സന്തോഷം വിജയങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിൽ ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജീവിത വിജയങ്ങൾ നേടിയെടുക്കാൻ പോലും സാധിക്കാതെ വിഷമങ്ങൾ നേരിടുന്ന അനുഭവിക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് പ്രയാസപ്പെടുന്നതായി കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അത്തരം ചില ചിന്തകൾ തന്നെയാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തപ്പോൾ മനസ്സിലുണ്ടായിരുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നും ദേവിയുടെ അനുഗ്രഹത്താൽ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുന്നു. ചില കാര്യങ്ങളിൽ അസംതൃപ്തി ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ഉയർന്ന നേട്ടങ്ങൾ, ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ട്. പലവിധ ചിന്തകൾ, ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ചില അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനും തൊഴിൽപരമായ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാനും സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏറ്റെടുത്ത അല്ലെങ്കിൽ വാക്ക് കൊടുത്തിട്ടുള്ളതായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും എങ്കിലും ചില വിഷമങ്ങൾ നേരിട്ടതിന് ശേഷമായിരിക്കും അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക. മറ്റുള്ളവരിൽ നിന്ന് പോലും അഭിനന്ദനങ്ങൾ, പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. തൊഴിൽ നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ സാധിക്കും. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിക്കുവാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി, ഇത്തരത്തിൽ അനുഗ്രഹം നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന അവസരമായതിനാൽ തന്നെ അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ശരിയായ രീതിയിൽ പല കാര്യങ്ങളും നടക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഈ സമയം പല കാര്യങ്ങളും അല്ലെങ്കിൽ ചില വ്യക്തികൾ അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാം എന്ന് കാണുന്നു. പല വ്യക്തികളുടെയും സഹായം ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അനുകൂലമായ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളെയും ആകർഷിക്കുവാൻ അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ചില കാര്യങ്ങൾ പ്രതികൂലമാണ് എങ്കിലും ചില കാര്യങ്ങൾ തട്ടിത്തെറിച്ച് പോകാം എങ്കിലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പ്രേരണയാലോ സ്വാധീനത്താലോ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം. അഥവാ ഒഴിവാക്കേണ്ടതായ കാര്യങ്ങൾ ഒഴിവാക്കുവാനും നേടിയെടുക്കേണ്ടതായ കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഈ സമയം സാധിച്ചു എന്ന് വരാം. ഈശ്വരാധീനം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും വീണ്ടും ശ്രമിക്കുവാൻ തോന്നുകയും അത് പിന്നീട് അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ധനപരമായ നേട്ടങ്ങളിലേക്കും
സന്തോഷകരമായ നിമിഷങ്ങളിലേക്കും നിങ്ങളെ നയിക്കുവാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ സമയം അനുകൂലമായ ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. ചിലരുടെ ഉപദേശത്താൽ പോലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമാകും എങ്കിലും അത്തരം കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്നും കാണുന്നു. ഈ സമയം ഇത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. പല കാര്യങ്ങളും നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ പലപ്പോഴും അത് സാധിക്കാത്തതായ സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ശത്രുക്കൾ ധാരാളം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടുന്ന നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വ്യക്തത ലഭിക്കാത്തതായ സാഹചര്യം പോലുമുണ്ട്. അതിലൊരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. കൂടാതെ പലപ്പോഴും തിരിച്ചടികൾ സംഭവിച്ചതിന് ശേഷമാണ് പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കുക, ചിന്തിക്കുക എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പലർക്കും നിങ്ങളോട് അസൂയയുണ്ട്. നിങ്ങളുടെ പല പ്രവർത്തനങ്ങളും അവരെ വിഷമിപ്പിക്കുന്നു എന്നതും വാസ്തവമാണ്. ദൃഷ്ടിദോഷം, കണ്ണേർ ദോഷത്താൽ പോലും പലപ്പോഴും നിങ്ങളുടെ ഉയർച്ച പലരും തടയുന്നതായ സാഹചര്യമുണ്ട്. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അത് ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ, വിഷമതകൾ അനുഭവിക്കുന്നു എന്ന് കാണുന്നു. ഒന്ന് തിരിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന രീതിയിൽ വീണ്ടും തടസ്സങ്ങളും വിഷമങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്നവരാണ്. പ്രശ്നങ്ങൾ കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാത്ത അല്ലെങ്കിൽ ഇരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. അതിന് പുറകെ സാമ്പത്തികപരമായ ചില വിഷമതകളും നിങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നും പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അതല്ല മറ്റ് കാര്യങ്ങളാണ് എങ്കിലും ഒരല്പം കാലതാമസം നേരിട്ടു എന്ന് വരാം. അതിനാൽ ക്ഷമയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും അമർഷം പുറമെ പ്രകടിപ്പിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിലും മനസ്സിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അത്രമേൽ വിഷമം നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. അത് പലപ്പോഴും മനസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല എങ്കിലും മനസ്സിൽ അത്തരം കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളിലും വിഷമങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളെ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. പല വ്യക്തികളും നിങ്ങളെ മനസ്സിലാക്കാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാം എന്നതാണ് വാസ്തവം. എന്നാൽ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ ശരിയാകണം എന്നില്ല. അതായത് ഇന്നോ നാളെയോ ആ കാര്യങ്ങൾ വന്നു ചേരണം എന്നില്ല. എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അല്പം വൈകിയാലും വന്നു ചേരും എന്നതാണ് വാസ്തവം. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ടവരിൽ നിന്നോ ചില വ്യക്തികളിൽ നിന്നോ അകന്നു പോകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. ഈശ്വരാനുഗ്രഹം അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ദേവതയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെയാണ് പല പ്രശ്നങ്ങളും ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും പിടിച്ചു നിൽക്കുവാൻ പോലും സാധിക്കുന്നത് എന്നതാണ് വാസ്തവം. ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. തീർച്ചയായും ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. ഏതാണ് ശരി എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും പോസിറ്റീവായ ഊർജം നിങ്ങളെ സ്വീകരിച്ചു എന്ന് വരാം. ചിന്തകൾ അനുകൂലമാക്കി തീർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. തീർച്ചയായും ആര് തന്നെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. നിങ്ങളുടെ വില മനസ്സിലാക്കുവാനും സാഹചര്യങ്ങൾ കടന്നു വരും എന്നതാണ് വാസ്തവം. പലരും നിങ്ങളെ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം തീർച്ചയായും ഒരുപാട് വിഷമിക്കുന്ന നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കാം.
മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. എന്നിരുന്നാലും അല്പം ശ്രദ്ധയോടെ തന്നെ ക്ഷമയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.